നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 13 വർഷക്കാലമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധം വിമതരെ സംബന്ധിച്ച് ഏറ്റവും അധികം നിർണായകമായ, അവർ വെന്നിക്കൊടി പാർച്ച ഒരു ദിനം തന്നെയാണ് ഇന്നത്തേത്. 54 വർഷത്തെ ഭരണകൂട അധപതനം അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അധികാര വാഴ്ചയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ക്രൂരകൃത്യങ്ങൾക്കുള്ള മറുപടിയായി തന്നെയാണ് അസദ് കുടുംബത്തെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഉണ്ടാകുന്ന അവിടുത്തെ ഭവിഷ്യത്തുകൾ അതിഭീകരമായിരിക്കും. പ്രത്യേകിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും അധികം തലവേദന തന്നെയായിരിക്കും ഭീകര സംഘടന സിറിയൻ ഭരണം ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്നത്. ട്രംപ് പോലും മൃഗമെന്ന് വിശേഷിപ്പിച്ച അസദ് കുടുംബം, അസദിനെയാണ് കൃത്യമായി ട്രംപ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ നാട് വിട്ട് പലായനം ചെയ്യേണ്ട, രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിമതസേന സിറിയയെ പിടിച്ചെടുത്തപ്പോൾ ഇറാഖാണ് അവിടുത്തെ സൈനികർക്ക് താൽക്കാലിക അഭയം പോലും നൽകിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ജനങ്ങൾക്ക് നേരെ രാസാക്രമണം പോലും നടത്താൻ മടിക്കാത്ത ഒരു കൊടും യുദ്ധവെറിയനായിട്ടുള്ള ഭരണാധികാരിയെ തന്നെയാണ് മുട്ടിലോടിച്ചിരിക്കുന്നത്. 1970 നടത്തിയ ഒരു അട്ടിമറിയിലൂടെയാണ് ബാഷർ അൽ അസദിൻ്റെ പിതാവായിട്ടുള്ള ഹഫീസ് അസദ് സിറിയൻ തലപ്പത്തേക്ക് വരുന്നത്. 30 വർഷക്കാലം സിറിയ ഭരിച്ചു. 2000 അദ്ദേഹം മരിച്ചു. ശേഷം മകൻ അധികാരത്തിലെത്തി. പിതാവിൻ്റെ മരണത്തിന് പിന്നാലെ ആഴ്ചകൾക്ക് ശേഷമാണ് ബാഷർ അൽ അസദിനെ നേതാവായി തിരഞ്ഞെടുത്തത്. പിന്നീട് ഇങ്ങോട്ടേക്കുള്ള 24 വർഷക്കാലം വിമതർ നടത്തിയ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, പല പോരാട്ടങ്ങൾ, അതിനുള്ള ഒരു മറുപടി തന്നെയാണ് ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായത്. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് വിമാനത്തിൽ രാജ്യം വിടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നിരുന്നു. ഏകദേശം ഉറപ്പായിരുന്നു, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ അന്ത്യമടുത്ത സമയം മുതൽ തന്നെ അസദ് ഈ നിമിഷത്തെ കാത്തിരിക്കുകയായിരുന്നു. കാര്യം, അവർക്ക് പ്രതിരോധ കോട്ട നിർമ്മിച്ച് നൽകിയിരുന്നത് ഹിസ്ബുള്ള തന്നെയായിരുന്നു. ഹിസ്ബുള്ളയുടെ വേരറുത്തത് ഇസ്രയേലാണ്. അതിനു പിന്നാലെ അസദിനെ പിന്തുണയ്ക്കാൻ പോലും കഴിയാതെ തങ്ങളുടെ സേന സിറിയൻ തലസ്ഥാന നഗരത്തിലെ മേഖല ഉപേക്ഷിച്ചു പോയി എന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു, വാർത്ത പ്രഖ്യാപിച്ചു. വർഷങ്ങളായി അസദ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന, അവരെ കാത്തു സൂക്ഷിച്ചിരുന്ന സംഘടനയായ ഹിസ്ബുള്ള പോലും ഇപ്പോൾ കൈമലർത്തി കഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ച് ഒന്നും രണ്ടുമല്ല, തുടരെ വലിയ പ്രഹരങ്ങൾ തന്നെയാണ് കിട്ടിപ്പോരുന്നത്. സിറിയയിലെ ലറ്റാക്കിയ, ലബനിലെ ഹെർമൽ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഹിസ്ബുള്ളയുടെ സൈനികർ ഇങ്ങനെ പിന്മാറിയത്. ഡമാസ്കസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിമതസേനയെ നയിക്കുന്ന ഹയാത്ത് തഹരീർ അൽ ഷംസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വടക്ക് ഭാഗത്തുള്ള അലപ്പോ നഗരം തന്നെയാണ് സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം തന്നെയാണ് ആദ്യം വിമതർ പിടിച്ചെടുത്തു തുടങ്ങിയത്. ഒപ്പം മധ്യമേഖലയായിട്ടുള്ള ഹമ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങളിൽ വിമതർ കൈയടക്കി. തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്ത അവസ്ഥ. ക്യുനൈത്ര, ദേറ, സുവൈത്മ എന്നീ തെക്കൻ പ്രദേശങ്ങളും അങ്ങനെ കൈയടക്കി. ഡമാസ്കസിൽ ആകെ സംഘർഷാവസ്ഥ തന്നെയാണ്. പ്രദേശവാസികൾ ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട്. എന്നിരുന്നാലും ഭരണകൂടത്തിന്റെ വീഴ്ചയിൽ ഏറെ സന്തോഷം ഒരു ഭാഗം ജനതയ്ക്കുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിൽ അടുത്ത നടപടി എന്ത് എന്ന് അറബ് യൂറോപ്യൻ ഐക്യരാഷ്ട്ര സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ പ്രതിപക്ഷ നേതാവ് ഹാദി അൽ ബഹ്റ പറഞ്ഞിരിക്കുന്നത്. സുന്നി മുസ്ലിം വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം തന്നെയാണ് സിറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് വലിയ താല്പര്യമുള്ള ഒരു രാജ്യമാണ്. ഏത് വിധേനയും സൈനിക അട്ടിമറിക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം ഇറാനെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയ്ക്ക് കാരണമായി മാറും. 2011 അറബ് വിപ്ലവത്തിന്റെ കാലത്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരുന്നത്. അസദ് കുടുംബത്തിന്റെ അധികാര വാഴ്ച, ഏകാധിപത്യ ഭരണം അത് അവസാനിപ്പിക്കണമെന്നും രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണമെന്നും പ്രക്ഷോഭം അലയടിച്ചിരുന്നു. സിറിയയുടെ കുറച്ച് മേഖല വിമതസേനയുടെ നിയന്ത്രണത്തിലായപ്പോൾ ബാക്കിയുള്ള മേഖലയിൽ അധികാരം പിടിച്ചു നിർത്താനാണ് അസദ് ശ്രമിച്ചത്. കുർദിസ്ഥാൻ വേണമെന്ന ആവശ്യം മുറവിളിയുമായി ഒരു കൂട്ടർ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുമ്പോൾ മറുഭാഗത്ത് വിമതർ കൈയടക്കിയിരിക്കുന്ന ഒരു പ്രദേശം. ഇപ്പുറത്ത് സ്വതന്ത്രമായി ഭരണം നടത്തുന്ന അസദും. 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അസദിനെ മൃഗമെന്ന് വിശേഷിപ്പിച്ചത്, അനിമൽ എന്നായിരുന്നു അന്ന് പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ, മൃഗങ്ങൾ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിയാണ് തങ്ങളുടെ വർഗത്തിന് നേർക്ക് ആക്രമണം നടത്തുന്നതും കൊല്ലുന്നതും തിന്നുന്നതുമൊക്കെ. അങ്ങനെ സ്വന്തം ജനതയ്ക്ക് നേരെ തന്നെ രാസാക്രമണം നടത്തിയ ഒരു ക്രൂരനായ ഹീനനായ ഭരണാധികാരിയാണ് അസദ് എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അസദ് അതിനെ പൂർണ്ണമായും തള്ളിയെങ്കിൽ പോലും രാജ്യാന്തര തലത്തിൽ ഒട്ടനവധി ഉപരോധങ്ങൾ അന്ന് സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയത് സിറിയൻ സമ്പദ് വ്യവസ്ഥയെ പോലും ഭീകരമായി മാരകമായി ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സിറിയയിലെ അൽ ഖയ്ദയുടെ ഉപസംഘടനയാണ് ഹയാത്ത് തഹരീർ അൽ ഷംസ് എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ സിറിയൻ പിന്തുണ
പിൻവലിച്ചുകൊണ്ട് അവർ സ്വതന്ത്രമായി തന്നെ HTSനെ മുന്നോട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഭീകര സംഘടനയായി മുദ്ര കുത്തിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് HTS എന്ന് പറയുന്നത്. ഇതുവരെ 3,70,000-ഓളം ജനങ്ങൾ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നുവെന്നാണ് UN കണക്ക് പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ എംബസിയും കൃത്യമായി പറയുന്നു, അവിടെയുള്ള ഇന്ത്യക്കാരൊക്കെ തന്നെ കിട്ടുന്ന വിമാനത്തിൽ കയറി വേഗം നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഏകദേശം 90ഓളം വരുന്ന UN ഉൾപ്പെടെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് 90ഓളം ഇന്ത്യക്കാരായിരുന്നു സിറിയയിൽ ഉണ്ടായിരുന്നത്. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ഭീകര സംഘടനയെയും അനുവദിക്കില്ല എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ സിറിയയിൽ ഒരു ആക്രമണം നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ബൈഡൻ ഭരണകൂടം തന്നെയാണ് ഈ മാസം കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അങ്ങനെ അന്ത്യം കുറിച്ചിരിക്കുന്നുവെന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിറിയ പിടിച്ചതായി വിമതസേന രാവിലെ മുതൽ തന്നെ വ്യക്തമായ സന്ദേശം നൽകുന്നു. ഡമാസ്കസിലേക്ക് വിമതസേന പ്രവേശിച്ചു. ആ വാർത്ത ലഭിച്ചതിന് പിന്നാലെയാണ് വിമാനത്തിൽ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പ്രസിഡന്റ് യാത്ര തിരിച്ചതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് പറയുന്നത്. അസദ് ഭരണത്തിൽ നിന്ന് മുക്തി നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ഡമാസ്കസിലെ ജനങ്ങൾ. നിരത്തുകളിലൊക്കെ വലിയ ആഘോഷം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ജനാധിപത്യം പുലരാൻ പോകുന്നു എന്ന ആവേശത്തോടു കൂടിയാണ് മുറവിളി കൂട്ടുന്നത്. ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ തന്നെ അസദിന്റെ പിതാവിന്റെയും സഹോദരന്റെയും ഒക്കെ തന്നെ പ്രതിമകളെ തച്ചു തകർക്കുകയാണ് ജനക്കൂട്ടം. അസദിന്റെ ചിത്രം പതിച്ച ബിൽബോർഡുകളൊക്കെ നിലത്തിട്ട് ചവിട്ടി കീറുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട്. അസദ് ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷം തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അസദിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലുകളൊക്കെ വിമതർ പിടിച്ചെടുത്തു. തടവിലുള്ളവരെയൊക്കെ മോചിപ്പിച്ചു തുടങ്ങി. കുപ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഒരു ജയിൽ ഇപ്പോൾ വിമതരുടെ കൈവശമാണെന്നും അവിടുത്തെ കൊടും കുറ്റവാളികൾ അടക്കം പുറത്തു വന്നു എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ടൈംസ്.